കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനായ മമ്മൂട്ടിക്ക് നേരെ സൈബർ സഖാക്കൾ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എങ്കിലും അതിന് കാരണമായിട്ടുള്ള ആ വീഡിയോ അതൊന്ന് നമുക്ക് കാണാം. ഒരു കമ്മ്യൂണിറ്റി ഹാള് വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയല്. എന്റെ കൂടെ CPM വയനാട് ജില്ലാ സെക്രട്ടറി സഖാവ് റഫീഖിനോടാണ് നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും നടക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് വിചാരിക്കും എന്നാണ് മമ്മൂട്ടി പറയുന്നത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ അതൊന്ന് കണ്ടു നോക്കൂ. മമ്മൂട്ടി വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കുന്നത് മുതൽ CPM ചാനലായ കൈരളി ലൈവായി ചെയ്ത വീഡിയോ ആണിത്. ഈ വീഡിയോ ദൈർഘ്യം കൂടാതിരിക്കുന്നതിന് വേണ്ടി ആ വീഡിയോയുടെ സ്പീഡ് ഞാനൊരൽപ്പം കൂട്ടിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ തുടക്കം മുതൽ മമ്മൂട്ടിയോടൊപ്പം CPM ജില്ലാ സെക്രട്ടറി റഫീഖ് ഉണ്ട്. 10 മിനിറ്റും 30 സെക്കൻഡും വരെ മമ്മൂട്ടി റഫീഖിനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് മമ്മൂട്ടി റഫീഖിനോട് ഇങ്ങനെ പറയുന്നത്. സ്വാഭാവികമായും CPM ജില്ലാ സെക്രട്ടറിക്ക് അതൊരു ഇൻസൾട്ടായിട്ട് തോന്നും. എന്നാൽ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളെയോ സർക്കാരിനെയോ അറിയിക്കാതെയുള്ള ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നു അത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരവസ്ഥയിൽ ഒരു പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മമ്മൂട്ടിയോടൊപ്പം നടക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയതായിട്ട് തോന്നിയിട്ടുണ്ടാകാം. അങ്ങനെ CPMൻ്റെ ഒരു PR വർക്കിൻ്റെ ഭാഗമായി ചിത്രീകരിക്കപ്പെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അതും 10 മിനിറ്റോളം സമയം കഴിഞ്ഞതിന് ശേഷമാണ് മമ്മൂട്ടി ഈ കാര്യം പറയുന്നത്. ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇനി ഈ ഒരു കാര്യം ഭയങ്കര ഇൻസൾട്ടായിപ്പോയി എന്ന് പറഞ്ഞ് മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നവരോടായി പറയാനുള്ളത്, CPM ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചിട്ടല്ല മമ്മൂട്ടി വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കുന്നത്. കേരള സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടല്ല മമ്മൂട്ടി ടൗൺഷിപ്പ് സന്ദർശിക്കുന്നത്. മാധ്യമങ്ങളെ അറിയിച്ചിട്ടുമല്ല മമ്മൂട്ടി ടൗൺഷിപ്പ് സന്ദർശിക്കുന്നത്. നിങ്ങളും ഞാനുമൊക്കെ അവിടെ സന്ദർശിക്കുന്നത് പോലെ തന്നെ സ്വതന്ത്രമായി അവിടെ സന്ദർശിക്കാൻ വന്നതാണ് അദ്ദേഹം. സാധാരണഗതിയിൽ അവിടെ വന്നു നോക്കിയാൽ തന്നെ ഏതൊരാൾക്കും വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനു പുറമെ സൈറ്റിൻ്റെ നിയന്ത്രണമുള്ളവർ മമ്മൂട്ടിക്ക് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് CPM ജില്ലാ സെക്രട്ടറി റഫീഖ് മമ്മൂട്ടിയോടൊപ്പം നടന്ന് കുമ്മനടിക്കുന്നത് എന്നൊരു ചോദ്യമാണ് മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന സഖാക്കൾ സ്വയം ചോദിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ വരുന്നവരെയും അതുപോലെ സെലിബ്രിറ്റികളെയും ഒക്കെ സ്വീകരിച്ച് ആനയിക്കേണ്ട ചുമതല CPM ജില്ലാ സെക്രട്ടറിക്ക് സർക്കാർ പതിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. വയനാട് ടൗൺഷിപ്പിൻ്റെ നോക്കി നടത്തിപ്പ് ഈ സെക്രട്ടറിയെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അതുമില്ല.